மகேஷே அந்த சிம்மினி கொஞ்சம் ஆஃப் பண்றியா? சிம்னி ஆஃப் பண்ணியாச்சா? பண்ணிக்கோ. റെഡി. എന്നെ എല്ലാരും വഴക്ക് പറയുന്നത് ഞാൻ ഭയങ്കര സത്യസന്ധതയാണ്. ആരാ റൊമാൻറ്റിക്? ആരില്ല. ഹസ്ബൻഡിനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ കുട്ടി വരെ എത്തി. ഹസ്ബൻഡ് വേണ്ട, കുട്ടി മതി. ഈ ആയിട്ട് കൊടുക്കാൻ ഞാൻ ഒരാളെ കെട്ടണം. ഞാൻ ഒന്നും പറഞ്ഞില്ല ഇത് എഡിറ്റ് ചെയ്ത് മനസ്സിന് സ്ഥിരതയില്ല. ആരുടെ പേരാണെന്ന് ആഗ്രഹം. ഉമ്മി അദ്ദേഹത്തിന് എത്ര വയസ്സെന്ന് അറിയത്തില്ല. 30+. അപ്പൊ സെറ്റ് ആവില്ലേ? ഞാൻ നല്ല യൂത്ത് ആയിരിക്കുമ്പോ അവർക്കെല്ലാം വയസ്സായി പോയില്ലേ? ഇതെല്ലാം ഒന്ന് എഴുതി കേൾക്കുന്നുണ്ടോ? കമന്റ്സ് നോക്കുമ്പോ ഒട്ടും നെഗറ്റീവ് കമന്റ്സ് ഇല്ല. അയ്യോ അതെല്ലാരും പറയും. അമ്മ ഒന്നും നമ്മുടെ വൈബ് ഈ രാവിലെ എഴുന്നേക്കുന്നത് ഇഷ്ടല്ല, എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കുന്നത് അതോടെ ഇഷ്ടല്ല. ഇഡ്ലി കൂടെ വെച്ച് തന്നിട്ടില്ലേ? ഒരു ദിവസം ജീവിച്ചു നോക്കിയാലാണ് അവർക്കറിയാം. ഈ കാർ പാർക്ക് ബാത്റൂമിൽ പോയാലും കണ്ണെഴുതിയിട്ടേ പോകും. നാട്ടുകാര് കേട്ടിട്ട് അവര് അവരുടെ ജോലിക്ക് പോകും. പക്ഷെ ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മറു ജോലിക്ക് പോരാൻ പറ്റില്ല. സോ അതുകൊണ്ട് നാട്ടുകാര് കേട്ടാ എനിക്ക് കുഴപ്പമില്ല. നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് അപ്പൊ അങ്ങനത്തെ ആയിട്ടല്ല. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹാപ്പി വിഷു. വളരെ നന്ദി. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. സോ ഇന്ന് എൻ്റെ ഷോ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം വിഷു ആണ് ഇന്ന്. സോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ എല്ലാ ഫാമിലിക്കും, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പം ഇന്ന് വിഷു ആയതുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ നിൽക്കാൻ പ്ലാൻ ഇടാതെ ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് ചെന്നൈയിലാണ്. യെസ്, ഇന്ന് എൻ്റെ എപ്പിസോഡിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള 2 വ്യക്തികളാണ് വിഷു സ്പെഷ്യലിന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, മലയാളത്തിലും തമിഴിലും ഒക്കെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള 2 വ്യക്തികളാണ്. നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ബിന്നി മാം ആൻഡ് ശിവാങ്കി. വണക്കം. നമസ്തേ. നമസ്കാരം. ചേച്ചി വിഷുവിന് ചേച്ചിയല്ല, കെന്നയാ. അല്ല ചേച്ചി, അമ്മല്ലേ പറഞ്ഞ ചേച്ചി? അല്ല ചേച്ചിയല്ല, ഞാൻ പറഞ്ഞില്ല നിന്റെ വയസ്സ് തന്നെയാന്ന്. കെന്ന വന്ന് വിഷുവിന് മാത്രല്ല അവിടുത്തെ തമിഴ് ന്യൂ ഇയറിനും ചേർത്താണ് വന്നിരിക്കുന്നത്. എന്താ സെയിം ഡേ വിഷുവും തമിഴ് ന്യൂ ഇയർ. എനിക്കതറിയില്ല. ആണോ? ഓ, ആ ഒരു ദിവസം കൂടെ ഉണ്ടല്ലേ. അപ്പൊ 2 ദിവസം സ്പെഷ്യൽ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് 2 പേർക്കും, ഈ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും. സെയിം ടു യു. അതെ, ഞാൻ ഒരുപാട് എന്താ പറയാ കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തികളിൽ ഒന്നാട്ടോ ശിവാങ്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയത്തില്ല, എന്തോ ഇഷ്ടമാണ് ശിവാങ്കി. ഞാൻ ആദ്യമായിട്ട് ഈ കുക്ക് വിത്ത് കോമാളി ഞാൻ കാണാറില്ല, ഇതിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഈ റീൽസ് വരുമല്ലോ, അപ്പൊ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തത് ഏതാ ഈ കുട്ടി, ഇങ്ങനെ കൊറേ റീൽസ് ചുമ്മാ സജഷനിൽ കയറി വരും, നമ്മൾ സെർച്ച് ചെയ്യാതെ തന്നെ. അങ്ങനെ ഞാൻ തപ്പി പിടിച്ചെടുത്തപ്പോ പിന്നീട് എനിക്ക് ഇഷ്ടമായി. സംസാരം കൊണ്ടൊക്കെ ഭയങ്കര എന്താ പറയാ, ഒരു രസം, ഭയങ്കര ഒരു ഭംഗി കാണാനും കേൾക്കാനും. പ്രായത്തിന്റെ മെച്ചൂരിറ്റി ഇല്ല. അല്ല, ഇപ്പൊ ഈ ഇടയ്ക്ക് ഈ അമ്മാണ് അത് പറയുന്ന. അമ്മന് 50 വയസ്സായി, ഒരു മെച്ചൂരിറ്റി കൂടെ ഇല്ല. ഈ അമ്മനെ കൂട്ടിട്ട് ഒരു 50 വയസ്സായല്ലേ, പക്ഷെ സ്റ്റിൽ സോ യങ്. പക്ഷെ ഞാനുണ്ടല്ലോ, ഞാൻ ഈ അമ്മ ശരിയില്ല. ഈ അമ്മന് 50 വയസ്സായി. ഓസ്ട്രേലിയയില് വന്ന് എന്നെ അലവിട്ട് അതിന് പേരെന്താ, അലവിട്ട് മലയാളം എന്താ? അലറി. അല്ലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അലയെ വിട്ടെന്ന് പറഞ്ഞാ കഷ്ടപ്പെടുത്തി ഞാൻ അവളെ. അമ്മാണ് എന്നെ നോക്കാൻ വന്നെ, പക്ഷെ ഞാൻ അമ്മനെ നോക്കേണ്ടി വന്നു. അയ്യോ, ഒന്നും പറയണ്ട. അതെ, എന്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. റൂമിൽ പോയ കീ മാത്രല്ല എല്ലാத்தையும் ഇങ്ങനെ വിട്ടിട്ട് വരും. അല്ലല്ല, ഇത്തവണ കീ നഷ്ടപ്പെട്ടു പോയി. കീ നഷ്ടപ്പെട്ടു പോയതും പോരാ, ഞാന് ശരി എങ്ങനെയെങ്കിലും അവിടെ പോയി താഴെ പ്ലീസ് ഇനി റൂമിന്റെ കീ എന്ന് ചോദിച്ചാ, ഇവളുണ്ടല്ലോ, ഇവളവിടെ ചെന്ന് എന്താ ഇനി ഫീ ഉണ്ടോ കീ തൊലഞ്ഞു പോയതിനൊന്നും ഇവള്. അവരാണെങ്കിൽ അടുത്ത കീ ഓക്കെ എന്ന് പറഞ്ഞ് എടുത്ത് തരാൻ നിൽക്കുമ്പോ ഇവള് എന്താണ് പണിഷ്മെന്റ്, എന്താണ് നമ്മള് എന്റെ
ഞാൻ കുറച്ച് ഇതാണ് നേർമ ആ വിശ്വ നീ സാരില്ല, നീ ഇഷ്ടമുള്ള അത് ഞാൻ കുറച്ച് നേർമയാണ്. ആണ് അതാണ് എല്ലാരും ശിവാംഗിനെ കുറിച്ച് പറയുന്നത്. ഭയങ്കര ജെന്യൂൻ ആണ്. ഞാൻ ഈ ഇടയ്ക്ക് വരുന്നതിന് മുന്നേ കുറെ വീഡിയോസ് തമിഴ് മലയാളത്തിലൊക്കെ കണ്ടപ്പോ കമന്റ്സ് നോക്കുമ്പോ ഒട്ടും നെഗറ്റീവ് കമന്റ്സ് ഇല്ല. അയ്യോ തുപ്പ് 3 വാട്ടി അല്ല ഞാൻ നല്ല അർത്ഥത്തിലാട്ടോ. ഇല്ല അത് നല്ല അർത്ഥത്തിലാ പറഞ്ഞെ. പക്ഷെ കാണുന്നവര് അതല്ലേ ഇങ്ങനെ ഒരു മോളെ ഇവിടെ കിട്ടി, വീട് സ്വർഗം പോലെയല്ലേ. ഇവിടെ വന്ന് താമസിക്കണവർക്കറിയാം. ഈ മോളെ കണ്ടിട്ടുണ്ടെങ്കിൽ പലരും കുക്ക് വിത്ത് കോമാളി ഒന്നും കണ്ടിട്ടില്ല, ഈ ഇന്റർവ്യൂസ് കണ്ട് കുറെ പേര് ഫാൻസ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മോളെ കിട്ടണെങ്കിൽ ഈ വീട് തന്നെ എന്ത് രസമാണ്, സ്വർഗം പോലത്തെ ഒരു വീടായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് ആക്ച്വലി ഞാൻ ഓപ്പോസിറ്റ് ആണ്. ഞാൻ വീട്ടില് സൈലന്റ് ആണോ? എന്റെ മുറിയെ വിട്ട് ഞാൻ വെളി വരവില്ല. അതായത് ഞങ്ങള് തോണ്ടാൻ പോവാറില്ല, സംസാരിച്ച് കഴിഞ്ഞ ചിലപ്പോ ഈ ഇവിടെ വില്ല മുഴുവൻ കേൾക്കും. എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് വന്നോന്ന് വെച്ചോ, അവളുടെ അടുത്ത് നിൽക്കാൻ പറ്റൂല. പിന്നെ അതെ ഹൈ ഇപ്പൊ ഈ പിച്ചിന്റെ ഒരു 4 ഇരട്ടി ഹൈയിലങ്ങ് സംസാരിക്കും. നമുക്ക് നാണമാകും. കാരണം എല്ലാവരും കേക്കും. ഈ കുട്ടിക്ക് എല്ലാരും കേൾക്കുന്നു എന്നൊരു നാണമൊന്നുമില്ല. അത് എന്താന്നറിയോ, അത് വന്ന് എനിക്ക് എന്റെ പോയിന്റ് ഞാൻ സ്പഷ്ടമാക്കണം. അത് വിട്ടിട്ട് നമ്മളിപ്പോ ഒരു പോയിന്റ് അപ്പൊ ഞാൻ ഒച്ചത്തിൽ സംസാരിച്ചാണ് ആ പോയിന്റ് എന്നെ പൊറുത്ത് എനിക്ക് രജിസ്റ്റർ ആവുള്ളൂ. അത് രജിസ്റ്റർ ആയില്ലെങ്കിൽ എനിക്ക് ആ 10 ദിവസം അതിന് ഞാൻ ഓവർ തിങ്ക് ചെയ്യും. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒച്ചയില് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാ പ്രോബ്ലം. ഈ നാട്ടുകാര് കേട്ടിട്ട് അവര് അവരുടെ ജോലിക്ക് പോകും. പക്ഷെ ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മറു ജോലിക്ക് പോരാൻ പറ്റില്ല. സോ അതുകൊണ്ട് നാട്ടുകാര് കേട്ടാ എനിക്ക് കുഴപ്പമില്ല. അതാണ് നമ്മളൊരു സെയിം വൈബാന്ന് തോന്നുന്നല്ലേ. പക്ഷേ നമുക്കൊക്കെ ഒരു നാണക്കേടൊക്കെ ഉണ്ടല്ലോ. എനിക്ക് അതൊന്നുമില്ല. ഈ നാണക്കേട് ഈ വേൾഡിൽ ജീവിക്കാൻ പറ്റില്ല. എന്താ പറയാ, നമുക്ക് ഒരു മിനിമം നമ്മള് ബാക്കിയുള്ളവരെ സമൂഹത്തിനെ റെസ്പെക്ട് ചെയ്യണല്ലോ. നമ്മള് സൗണ്ട് എടുക്കുമ്പോഴും എല്ലാം അക്കം പക്കത്തുള്ളവർക്കൊന്നും കേൾക്കാൻ അങ്ങനെ നമ്മള് കറക്റ്റ് പ്ലേസിലല്ല ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നത്. അതെ അതെ ഒന്നും ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് വേണല്ലേ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. നല്ല ഉറപ്പുള്ള എന്താ പറയണ എയർ ടൈറ്റ് ഡോഴ്സ് ആണ്. ആണോ? ഒറ്റൊന്നും വെളിയിൽ പോകത്തില്ല. ഓ ഞാനോടത്തെ വില്ലാന്ന് പറയുമ്പോഴത്തേനും നമ്മളൊന്ന് ചുമച്ച അപ്പുറത്ത് കേൾക്കൂല. ഇനി ഒരു ദിവസം ഇവിടെ എന്റെ ചേച്ചിമാരൊക്കെ വന്നു. അപ്പൊ ഞങ്ങള് വെളിയിൽ പോവാനായിട്ട് ഇവളൊരു ഹോട്ടലിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. അതിന് അവള് ഓർഡർ ചെയ്ത ഏതോ സാധനം ഞാൻ അത് കൊള്ളൂലെന്നെന്തോ പറഞ്ഞു പോയത്. വീടിന് വെളിയിൽ നിന്ന് ഒച്ചത്തിലിനോട് വഴക്കൂടി. അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ കാണുന്ന പാവ ആളല്ല. അല്ല അപ്പൊ ഈ ഫെയിം ഈ എല്ലാരും ശിവാംഗി ഭയങ്കര ആരാധനയോടൊക്കെ അല്ലേ ഇവിടെ ഉള്ളവരൊക്കെ നോക്കി കാണുന്നത്. അപ്പൊ ഒച്ചത്തിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേനും അവര് സപ്പോർട്ട് ചെയ്യോ? എങ്ങനെയാണ്? അവരാരും വരത്തില്ല. ഇവിടെ ആരും വരില്ല. ഇവിടെ ആരും ആരുടെയും കാര്യമൊന്നും നോക്കൂല. എല്ലാവർക്കും ഞങ്ങളും നോക്കില്ല. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ച് ഇവിടെ ടച്ച്വുഡ് ഇന്ന് വരെ ഈ നിമിഷം വരെ നെഗറ്റീവ്സ് വളരെ കുറവാണ്. പബ്ലിക്കായിട്ട് ഒരാളെ എടുത്ത് കീറണതും ഒരാൾക്കെതിരെ സംസാരിക്കുന്നതും അങ്ങനെ അത്രയില്ല. അടുത്തുള്ള വീട്ടുകാരെ കുറിച്ച് ഗോസിപ്പ് പറയണോ ഇത് നമുക്ക് ആർക്കും ഇന്നും അറിയില്ല അപ്പുറത്തും ഇപ്പുറത്തും ആരാണ്. ആ ഒരു വന്നപ്പോ 6 മാസമായി. 6 മാസം ആരാ നെയ്ബറും കൂടെ എനിക്കറിയില്ല. ആർക്കും എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ബിസിയാണ്. അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. മറ്റുള്ളവരെ മാക്സിമം എൻകറേജ് ചെയ്യുന്നു. അങ്ങനെ വലിയൊരു ഞങ്ങളിപ്പം ഇങ്ങോട്ടേക്ക് വരുന്ന യൂബറില് ചുമ്മാ തമിഴ് അറിയില്ലേലും തമിഴ് സംസാരിക്കൂലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ കേരള ശിവാംഗി തെരിയുമാ കുക്ക് വിത്ത് കോമാളി ശിവാംഗി ഇന്റർവ്യൂ എടുക്കാൻ വരുവാണ്. അപ്പൊ ഞങ്ങൾ വെച്ച് ഫാൻ ബേസ് ഉണ്ട്, നിറയെ ഫാൻ ബേസ് എനിക്ക്. എല്ലാവർക്കും അറിയാം ശിവാംഗിയെ. ഞാൻ കേറുന്ന ഞങ്ങൾ 3 ഊബർ കയറിയിട്ടുണ്ട്. 3 ഊബറിലും ഞങ്ങൾ ശിവാംഗിയുടെ പേരും പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ദിവസം ഞാനിങ്ങനെ പോവാ. അപ്പൊ ഒരു ജെമിനി ആ സൈഡില്, അപ്പൊ പോലീസുകാരെല്ലാ സൈഡിലും ഇവര് നിങ്ങൾ കണ്ടു കാണാം, ഇവര് റോഡിന്റെ മുഖം എപ്പോഴും നിക്കാറുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഫ്രണ്ടിലേ ഇരിക്കുള്ളൂ. അപ്പൊ ദൂരേന്ന് പോലീസുകാരെ കാർ ഒതുക്കാൻ പറഞ്ഞു. ഉടനെ ഞാൻ ഡ്രൈവറിന്റെ അടുത്ത് പറഞ്ഞു, വേഗം ഇതെല്ലാം എടുത്തു വെച്ചോ, എന്താണെന്നറിയാൻ പാടില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, എന്തിനാണെന്നറിയാൻ പാടില്ല. അപ്പൊ അവരിങ്ങനെ 2 പേര് വിളിക്കുന്ന ഇങ്ങനെ ഒതുക്കി. അപ്പോൾ സീരിയസ് ആയിട്ട് വിളിക്കണേ, എന്താണ് നമ്മൾ ചെയ്ത തെറ്റ്, നമ്മളങ്ങനെ ഒരിക്കലും ഇത് ചെയ്യാറില്ല.
ചെന്ന് കഴിഞ്ഞാൽ ശിവാങ്കി അമ്മ പറഞ്ഞു உங்களை பார்த்த உடனே எனக்கு புரிஞ்சது. എന്താ അറിയോ ഇത് ഒരു ഐറണി. ഞാനും അമ്മയും കൂടെ പോവും. ആ ഫസ്റ്റ് തിരിച്ചറിയുന്നത് അമ്മേനെ. അതും അമ്മ എന്ന് പറയില്ല, ശിവാങ്കി അമ്മ എന്ന് പറയും. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടാവും, ശിവാങ്കി അവിടെ വന്നില്ലെന്ന് ചോദിക്കും. ഇവളെന്താ പറയാമോ, ഇവള് വെളിയിൽ ഇറങ്ങുമ്പോ കണ്ണെഴുതില്ല, ഒരു മേക്കപ്പ് ഇല്ല, ഒരു പൊട്ട് കമ്മല് പോലും ഇടില്ല, പൊട്ടില്ല, ഒന്നുമില്ല, ഒരു തലേ കെട്ടി സ്പീഡിൽ പോകും. ആർക്കും അങ്ങനെ എളുപ്പം നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല, സ്പീഡിൽ അവരെ പോകുന്നു. പക്ഷെ ഞാൻ ബാത്റൂമിൽ പോയാലും കണ്ണെഴുതിയിട്ടേ പോകും. അത് ഞാൻ കണ്ടു. പനി പിടിച്ച് കിടന്നാലും കണ്ണ്. അത് ഞാനും യോജിക്കുന്നു ചെറുതായിട്ട്. ഞാൻ കുറച്ച് ഓപ്പോസിറ്റ്. ഈ വിഷയത്തിൽ ഞങ്ങൾ കണ്ണെല്ലാം ഇതിട്ട് പോണ, കണ്ണ് എരിയൂലേ? അത് നമ്മുടെ സന്തോഷമാ. അത് ഈ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്നെ കാണുമ്പോൾ എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണെന്നാണ് എന്റെ വിചാരം. പക്ഷേ എനിക്ക് കണ്ണ് എഴുതണം എന്നൊന്നും ആവശ്യമില്ല, കണ്ണ് എഴുതാതെ ഞാൻ ഭംഗിയാ. അങ്ങനെ ഒരു കോൺഫിഡൻസ് വേണം കേട്ടോ. നമുക്ക് ആ കോൺഫിഡൻസ് എനിക്ക് ഒട്ടുമില്ല. എനിക്ക് എന്നെ കണ്ണൊന്നും എഴുതാതെ ലിപ്സ്റ്റിക് ഇടാതെ കണ്ട ഇതെന്ത് കൊരങ്ങി, നമുക്കങ്ങനെ എച്ചേ എന്ന് തോന്നും. എന്നിട്ട് ഉടനെ തന്നെ എനിക്ക് ചിലപ്പോ പനി പിടിച്ച് 105 കടന്നാലും ഉടനെ കണ്ണൊക്കെ എഴുതി നോക്കുമ്പോ ഒരു ഇച്ചിരി സമാധാനം. നാട്ടുകാർക്ക് എങ്ങനെയാന്ന് അറിയത്തില്ല, പക്ഷെ നമ്മുടെ സ്വന്തം സന്തോഷമല്ലേ ആദ്യം എന്നെ നോക്കുന്നത്. അതുകൊണ്ട് അപ്പൊ എന്റെ കണ്ണ് വെച്ച് എല്ലാരും കണ്ണ് കാണുമ്പോ കണ്ടുപിടിക്കും. എന്നിട്ട് ശിവാങ്കിയോട് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കും. ശിവാങ്കി അമ്മ കൂടെ നാഗപ്പോട്ടെ. ഇവള് ഒരു എക്സിബിഷന് പോയപ്പോ ഇവള് മാസ്ക് വെച്ചിട്ടുണ്ട്. ഇവളുടെ കയ്യില് ഫോട്ടോ എടുക്കുക. ഇവള് എന്റെ അടുത്ത് മിണ്ടണ്ടെന്ന് പറഞ്ഞു. അവര് ശിവാങ്കി അമ്മ എന്ന് പറഞ്ഞ ഫോട്ടോ എടുക്കണം, പക്ഷെ ഇവള് കൂടെ. അപ്പൊ ഞാൻ പറയാം, കണ്ടാ നീ ഒരു കണ്ണില്ല. പിന്നെ എന്റെ മൂഞ്ചി മാറി. മൂഞ്ചി മാറിയെന്ന് വെച്ചാ എന്താ? മുഖം മാറിയ. ഓക്കെ, എന്നെ പെട്ടെന്ന് ചിരിച്ചപ്പോഴേ. മൂഞ്ചി എന്ന് പറഞ്ഞാൽ തമിഴില് ഫേസ്. ഓക്കെ, ഫേസ്. അതിന്റെ പേരെന്താ? അല്ല, പണ്ട് ഒരു 3 വർഷം മുമ്പ് ഇങ്ങനെ പല അങ്ങനെ കുറച്ച് അത്ര മോശമല്ല, കുറച്ച് പല്ല് മുകളിലുണ്ടായിരുന്നു, ഇപ്പൊ താഴായി. ഇപ്പോഴും താഴെ ആയിക്കൊണ്ടിരിക്കാം. എന്നിട്ട് ഇവിടെ സാറ്റ് പോയി, ഇവിടെ എല്ലാം ഡാൻസ് ഒക്കെ ആള് കളിക്കുന്നുണ്ട്. അപ്പം ഈ ചബ്ബി ചീക്സ് അങ്ങ് മാറിപ്പോയി. അതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പൊ അങ്ങനെ ഒരു എക്സ്ട്രാ 2 സെക്കൻഡ്സ് നോക്കണം. എന്നിട്ട് പറയും, എന്നാ മേഡം டிவில நல்ல குண்டா இருந்தீங்க, ஹைட்டா இருந்தீங்க, இவ்ளோ சின்னதா இருக்கீங்கன்னு. അയ്യേ നീங்க சின்ன പാപ്പ மாதிரி എന്തിനാ டிவில ഞാൻ കുറച്ച് ഹൈറ്റ് ആയിട്ട് കുറച്ച് പ്ലംപ് ആയിട്ട് കാണാം. അല്ല, ചിലവർക്ക് ടിവിയിൽ വരുമ്പോ കുറച്ചൊരു എന്റെ അനുഭവം ഒന്നും പറയണ്ട. ഞാൻ ഇച്ചിരി എക്സ്ട്രാ ആണ്. എനിക്ക് ബാക്കി എല്ലാവർക്കും ടിവിയിൽ നല്ല ഭംഗിയുണ്ട്. എനിക്ക് പക്ഷെ എത്ര ഒരുങ്ങിയാലും കവിളൊക്കെ എന്റെ അങ്ങ് ചാടി വല്ലാത്തൊരു ഫേസ്, വല്ലാത്തൊരു രീതിയാണ്. പക്ഷെ എനിക്കൊന്ന് നേരിട്ട് കാണുമ്പോ അത്ര ഇല്ല. ചോദിക്കും ഇങ്ങനെ മെലിഞ്ഞോ, ഞാൻ പറഞ്ഞു ഇല്ല, ഇതാണ് ടിവിയില് കാണുമ്പോ ടിവിയില്. അത് എന്താന്നറിയത്തില്ല, അതുകൊണ്ട് കുറച്ച് മെലിച്ച് നല്ല അതേപോലെ തന്നെയാ സെയിം എന്റെ അടുത്തും പറയും. ഈ ഡയറ്റ് കോൺഷ്യസ് ഒക്കെ നോക്കാറുണ്ടോ ശിവാങ്കിയുടെ? ലഞ്ച് കഴിഞ്ഞ് 2 ചോക്ലേറ്റ്, എന്നിട്ട് സ്നാക്സ് 1 ചോക്ലേറ്റ്, ഡിന്നർ 2 ചോക്ലേറ്റ്, ഡെയിലി 5 ചോക്ലേറ്റ്. എന്നിട്ട് എങ്ങനെ ഇത്ര സുന്ദരിയായിട്ട് ഇങ്ങനെ ജോലൈനൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു? അതിനേത്ത പടി വേറെ എന്തെങ്കിലും ചെയ്യും. എന്താ ചെയ്യുന്നത്? ഞാൻ ഡാൻസ് ക്ലാസ് പോകും. എന്നിട്ട് എനിക്ക് ചുമ്മാ ഒരിടത്തിൽ ഇരിക്കാൻ പറ്റില്ല, നടന്നോണ്ടേയിരിക്കും, എന്തെങ്കിലും ചെയ്തോണ്ടേയിരിക്കും. അതിൽ കാലറി ബേൺ ആവും. ബേൺ ആയി തിരിച്ചും കഴിച്ചോണ്ടേയിരിക്കും. ശിവാങ്കി ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണോ? അല്ല, ഞാനാണ് അങ്ങനെ ഞാൻ പറയാൻ പറ്റില്ല. പോസിറ്റീവ് ആണ് വെളിയില്. ഞാന് എന്നെ എല്ലാരും വഴക്ക് പറയുന്നത് ഞാൻ ഭയങ്കര സത്യസന്ധതയാണെന്ന്. ആദ്യമായിട്ടാണ് സത്യസന്ധതയ്ക്ക് ഇത്രയും വഴക്ക്. ശിവാങ്കി അപ്പൊ അത് മോളിൽ വന്നിപ്പോ പറഞ്ഞിട്ട് പോയി സത്യസന്ധ. അല്ല, എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയും ഓപ്പണാ പറയും. ഒരു കുന്തം മനസ്സിലില്ല ഇവള്, എല്ലാം ഓപ്പൺ ആയിട്ട് പറയും. അതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ നാണിപ്പിക്കുന്നേ. എന്റെ ഒരു കസിൻ പറഞ്ഞു, ചേച്ചി ഇനി ഇവളുടെ കൂടെ ഇന്റർവ്യൂവിന് പോയിരിക്കരുത് കേട്ടോ, ഇത്രയും നാണം കെട്ടു ഇനി. ഇല്ല, എന്താന്നാ പോസിറ്റീവ് ആണ്, പക്ഷെ നെഗറ്റീവ് ആണ്. ഓക്കെ, മനസ്സിൽ അതുണ്ടെങ്കിലും പ്രകടിപ്പിക്കില്ല. എന്തെങ്കിലൊക്കെ ഇൻസെക്യൂർഡ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അല്ലേ? ഞാൻ നോക്കിയിട്ട് ഇവള് എന്നെക്കാളും പോസിറ്റീവാ. അവളുടെ അപ്പ ഇത് വയസ്സ് അങ്ങനെയാണെന്ന് വിചാരിക്കും.
എന്നുവെച്ചാ ഈ വയസ്സ് അങ്ങനെയാണ്. ഓ മലയാളം മലയാളത്തിലാ പറഞ്ഞെ. ഞാനടുത്ത തമിഴിനി വല്ല വേറെ അർത്ഥാണോ എന്ന്. അതല്ല, ഈ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ശിവാംഗിനെ പോലെ മോളെ കിട്ടണം എന്ന് കൂടി ശിവാംഗിയുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ. ഇപ്പൊ ബിന്നി ചേച്ചി ഇത്രയും സപ്പോർട്ടീവ്, ഇത്ര നല്ല എന്താ പറയാ ഒരു ഫ്രണ്ട് വൈബ് പോലെ തോന്നിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അമ്മേനെ ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ എല്ലാരും പറയും, ആണോ? എല്ലാരും പറയും. പക്ഷെ ഒരു ദിവസം ജീവിച്ച് നോക്കിയാലാണ് അവർക്കറിയാം. അയ്യേ, പിന്നെ പാവല്ലേ. എന്തുവാടി എനിക്ക് കുഴപ്പം? ഇല്ല കുഴപ്പമില്ല, ജാലിയായ അമ്മയാ. പക്ഷെ എന്തോ എനിക്ക് കുഴപ്പം. ഞാൻ സത്യസന്ധ പോരട്ടെ. എന്നെ പോലെ ഒരു അമ്മ കിട്ടാൻ എനിക്ക് കൺഫേം അമ്മനെ പോലെ ഒരു അമ്മയെ കിട്ടാൻ നല്ലൊരു ഭാഗ്യവതി ആയിരിക്കണം. നല്ല എന്താ ചിരിക്കുന്നത്, അമ്മ തന്നെ ചിരിക്കുന്നു. നല്ലൊരു ഭാഗ്യവതി ആയിരിക്കണം, ഇതായിരിക്കണം. പക്ഷെ എന്താന്നറിയോ, ഞാനും അമ്മയും സെയിം ക്യാരക്ടർ. അപ്പൊ എന്താ മാഗ്നറ്റ് ഇരിക്കുന്നു അല്ലേ, ഒരേ സൈഡ് വെച്ചാ ഇങ്ങനെ പോലെ അതുപോലെ അടിക്കടി നമ്മൾ രണ്ടുപേർക്കും ആവും. ഓ എപ്പോഴൊക്കെ ആയിരിക്കുന്നേ? ഇപ്പോഴും റീസെന്റ് ഞങ്ങൾ ഒരുമിച്ചാ ട്രാവൽ ചെയ്യണേ. ജാളി അല്ലേ, എല്ലാ ജാളി. ഞങ്ങൾ ഒരേ നക്ഷത്രവാ, സെയിം സ്റ്റാർ ആണ്. ഓക്കെ. അല്ല ഒരേ ക്യാരക്ടർ അച്ചസല്. ഇപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞെന്ന് വെച്ചാ, ഒരു വോയിസ് എന്നിട്ട് ക്യാരക്ടർ എന്നിട്ട് എല്ലാമേ 80% അമ്മ, മിച്ച ഒരു പാവം വേറെ വഴിയിലുണ്ട്. അപ്പ പോലെ ഒരു 20%. എനിക്ക് അത് ഫുൾ ഒരേ ക്യാരക്ടറാ. കണ്ട ചില സമയം എനിക്ക് കുറച്ച് സൈലൻസ് വേണം. ഓക്കെ. അപ്പൊ അപ്പമാകെ ഇങ്ങനെ 20% കിട്ടിയോണ്ട് ഭാഗ്യല്ലേ, 100% ഞാൻ ആയി പോയി. അല്ല എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 40% അപ്പായും ഒരു 50% അങ്ങനെ. കാരണം ഇവളുടെ പ്രായത്തില് ഞാൻ ഇങ്ങനെയല്ലായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു? ഓ ഞാൻ എന്തെല്ലാം പണി ചെയ്യുമായിരുന്നു. എനിക്കൊരു ഇഡ്ഡലി കൂടെ വെച്ച് തന്നിട്ടില്ല ഇതുവരെ. ഇഡലിയോ? അപ്പൊ നീ കൊച്ചിലെ കഴിച്ച ഇഡലിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ. അത് കൂടെ എനിക്ക് എന്റെ അമ്മ കാണുമ്പോ ഒരുമാതിരി പാവമാണ്ടാവും. എന്തിനാ അമ്മ വന്ന് നമ്മുടെ വൈബ് ഈ രാവിലെ എഴുന്നേക്കുന്നത് ഇഷ്ടല്ല. അതെ രാവിലെ അതോ പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് അതോടെ ഇഷ്ടല്ല. ഇവർക്ക് എന്താ തലയിൽ കെട്ടി കൊടുക്കുന്നതെന്ന് ആലോചിക്കും. എന്നിട്ട് ഡെയിലി വേറെ വഴിയിലാണ്ട് ആ ബൂസ്റ്റ് കുടിക്കുമ്പോല്ലേ ഞാൻ ഛർദിച്ചിട്ടാ പോകുന്നത്. എന്തിനാ അത്ര ഫോഴ്സ് ചെയ്യും ബൂസ്റ്റ്. എനിക്ക് പാല് ആവൂല അത്ര. ഞാൻ 10 വാട്ടി ഞാൻ പറയാം, എനിക്ക് പാലുണ്ടാക്കല്ലേ. ചെറിയ വയസ്സിൽ വന്ന് ആ പാല് വന്ന് തിരിച്ച് തീറ്റി, അത് ദമ്മാത്തോണ്ട് പാലല്ല, ഇത്ര വലിയ പാല്. സ്കൂളിൽ പോയി വാന്തി വന്ന് എനിക്ക് വന്ന് അത് ശബ്ദിച്ചിട്ടുണ്ടോ? എനിക്കത് അറിയില്ലായിരുന്നു സ്കൂളില്. ഓ പിന്നെ പാവം കൊച്ചു മനസ്സിൽ ആ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. വേറെ വഴി ഇണ്ടാണ്ട് തൈര് സാധനം ഉണ്ടാക്കി തരാം. എല്ലാവരുടെ അമ്മമാര് വന്ന് ലെമൺ ജ്യൂസ്, ലെമൺ റൈസ്. അതും എന്റെ സ്കൂള് വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ കൂടെ അല്ല, 5 മിനിറ്റ്. അപ്പൊ കൂടെ അമ്മ എല്ലാരും വന്ന് വീട്ടിൽ വന്ന് സ്കൂളിൽ വന്ന് ലഞ്ച് ടൈമിൽ വന്ന് ഇത് തരും. ഫ്രഷ് ഫ്രൈഡ് റൈസ്, പനീർ, ചപ്പാത്തി, ഗ്രേവി, എന്നിട്ട് പുളിയോദര ഇതൊക്കെ ഉണ്ടാക്കിയത്. അതൊന്നും ഒരു ടേസ്റ്റും കാണില്ല. അതൊക്കെ ടേസ്റ്റ് വേണ്ടേ? അവര് മിണ്ടൂല അതിനൊക്കെ. അവരമ്മമാരുണ്ടാക്കി സെമ്മ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഈ അമ്മ ഇരിക്കുന്നു അല്ലേ, രാവിലെ വേറെ വഴിയില്ലാണ്ട് അതോ തൈര് സാധനം ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്താ ചോറ് മാത്രം ഉണ്ടാവില്ല, തൈരില്ല എവിടെയോ പറന്നുപോയി. തൈര് വന്ന് ഇതായി പോയി, അതിന് വേറെ ഡ്രൈ ആയിപ്പോയി. എനി കമന്റ്സ്? വെറുതെ അല്ല ഈ പിള്ളേര് എന്നെ കാണുമ്പോ വരണത്. സ്കൂൾ വിട്ട് വരുമ്പോ സാധാരണ ഇവരിപ്പോഴാണെങ്കിൽ മനസ്സിലായത് ഞാൻ മക്കളെ ഞാൻ വരേണ്ടി വന്നല്ലേ ഈ ഒരു സത്യം മനസ്സിലാക്കാൻ. ഇല്ല പക്ഷെ അതാണ് അമ്മ നമ്മുടെ വൈബ്. അങ്ങനെ ഇരിക്കുമ്പോ അപ്പ ഒന്ന് സെറ്റ് ആവില്ല, അപ്പ സെറ്റ് ആവും. ശിവാംഗിക്ക് എങ്ങനെ കുക്കിംഗ് ഇപ്പൊ ഫ്യൂച്ചറിൽ ഇപ്പൊ ഇമാജിൻ ചെയ്യാ? എനിക്കൊരു കുട്ടി ഉണ്ടായ ഞാൻ കണ്ടിപ്പാ ആ കുട്ടിയുടെ സ്കൂൾക്ക് ഞാൻ ആ കുക്ക് ചെയ്യും. അതൊരു മാറ്റം നമ്മൾ കൊണ്ടുവന്നത്. നീ രാവിലെ 5:30 എഴുന്നേക്കണം. നീ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഷോർട്ട് കട്ട് ഞാൻ 5:30 എണീക്കണം. കൂടെ ഒരു ചേച്ചിനെ ഞാൻ നിർത്തും. പറയാനുണ്ട്, കുട്ടിക്ക് പറയാനുണ്ട് എന്തോ. കൂടെ ഒരു ചേച്ചിനെ നിർത്തും, പക്ഷെ ഞാൻ ഉണ്ടാക്കുള്ളൂ.
ഇൻ കേസ് അഞ്ചരക്കൊക്കെ എനിക്കെങ്കിൽ ഒന്ന് വിളിക്കാനൊക്കെ ഒരു ചേച്ചി നല്ലതാ അല്ലേ, സഹായിക്കാനൊക്കെ. അതിന് പകരം ഇപ്പൊ പക്ഷെ ഓൾസോ എന്റെ കുട്ടീനെ ഞാൻ ആ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വരും. എന്റെ കുട്ടിയുടെ ഓപ്പൺ ഡേക്ക് ഞാനേ പോകുള്ളൂ. ഇതെല്ലാം ഒന്ന് എഴുതി കേൾക്കുന്നുണ്ടോ? അല്ല ഇപ്പൊ ശിവാംഗിക്ക് ഇപ്പൊ തിരക്കോട് തിരക്കാണല്ലോ. ഇപ്പൊ ബാൻഡ് ഉണ്ട്, കോൺസേർട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഭയങ്കര തിരക്കാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ പറഞ്ഞിട്ടോ ഞാൻ എന്റെ കുട്ടീനെ കൂട്ടിട്ട് പോകും. കുട്ടീനെ കൂട്ടിട്ടോ ക്ലാസ് പോയാലും കുഴപ്പമില്ല. ക്ലാസ്സാ കുട്ടിയുടെ ക്ലാസ് കല്യാണത്തിന് ചെറുക്കം പോലും ആയിട്ടില്ല. ഹസ്ബൻഡിന്റെ കൂടെ ബാലൻസ് ചെയ്യും. ഹസ്ബൻഡിനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ നമ്മൾ കുട്ടി വരെ എത്തി. ഹസ്ബൻഡ് വേണ്ട, കുട്ടി മതി. അപ്പാ ഓടി പോയോ? ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്തുവാടി നീ പറയുന്നത്? അതും മലയാളത്തില്. ഇതിവിടെയാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടെയുള്ളവർ അത് അറിയാന്ന് പറയാം. അല്ല കുട്ടി ഇങ്ങനെ ഹസ്ബൻഡ് വേണ്ട, കുട്ടി മതി. ദൈവം അങ്ങനെ ഇങ്ങോട്ട് ചാടി വീഴല്ലേ. അല്ലേ അടിക്കടി ഡെയിലി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവാ നെഗറ്റീവാ, ഡെയിലി ഞാൻ ഇങ്ങനെ ആലോചിക്കും. ഒരു ദിവസം ഈ കല്യാണം ചെയ്താലേ അയ്യോ ജീവിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ഡേ കല്യാണമൊക്കെ ചെയ്താൽ അത്ര നന്നായിരിക്കില്ലേ. നെക്സ്റ്റ് അയ്യോ കല്യാണമായി കുട്ടി വേണ്ട എന്ന്, നെക്സ്റ്റ് കല്യാണം വേണം കുട്ടി വേണം എന്നിട്ട് ആലോചിക്കും കല്യാണം വേണ്ട കുട്ടി മാത്രം മതി. അത് ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ നോക്കാം എന്താന്ന് നോക്കാം. പക്ഷെ ശിവാംഗി പ്രായത്തിന്റെ കോളാറാ. ഇനിയിപ്പം എത്ര വയസ്സിലെ കെട്ടിച്ചു വിടാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇപ്പൊ കെട്ടിച്ചു വിടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് എനിക്ക് പീഡിയാട്രീഷ്യനെ ഭയങ്കര ഡോക്ടറിനെയാണോ ആലോചിക്കുന്നത്? അല്ല, നോക്കുന്ന ആൾക്കാരും ഇപ്പൊ ഇതൊരു പിള്ളേരുടെ സ്വഭാവം, പിള്ളേരെ മാനേജ് പീഡിയാട്രീഷ്യൻ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ട്? അവരാവുമ്പോ സ്റ്റെതസ്കോപ്പില് അമ്മയുടെ ആഗ്രഹമല്ല എന്നെ ഒന്ന് തിരിക്കുന്നു എന്റെ മോള്. അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കുന്നു. പീഡിയാട്രീഷ്യൻ സൂപ്പർ, നല്ലത്. പക്ഷേ അവർ കൊച്ചിയിലെ നോക്കുന്ന പോലെ അവരുടെ സ്വന്തം ഭാര്യയെ നോക്കണമെന്ന് ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട. എനിക്ക് ഡോക്ടർ, എഞ്ചിനീയർ എതുമേ എനിക്ക് വേണ്ട. എനിക്ക് എന്റെ ഫീൽഡിലെ ഒരാൾ പൈലറ്റ് എനിക്ക് വേണ്ട. പൈലറ്റ് പാതി ദിവസം വീട്ടിലുണ്ടാവില്ല, അതുകൊണ്ടാ ഫ്രീ ആയിട്ട് പറക്കാലോ. ഫ്രീ ആയിട്ട് പറക്കാൻ ഞാൻ ഒരാളെ കെട്ടണം. അപ്പൊ ഞാൻ ഡോക്ടറെ കെട്ടിയാട്ടെ ഫ്രീ ആയിട്ട് ചികിത്സിക്കാം. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഇത് എഡിറ്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ പാട്ടുകാരനെയാണ് വേണ്ടത്. എന്റെ ഫീൽഡിന് മതി. കാരണം അവളുടെ അപ്പായും അമ്മയും അവള് കണ്ടോണ്ടിരിക്കില്ല, വഴക്കൊന്നും കൂടാതെ. ഞങ്ങള് 26 വർഷമായി, നല്ല ജീവിതം. ലവ്ലി കപ്പിൾസ് അല്ലേ? സച്ച് ലവ്ലി കപ്പിൾസ്. സത്യം പറയൂ, സത്യം. ആരാ റൊമാൻറ്റിക്? ആരുമില്ല. ഇല്ലേ? ചേച്ചി റൊമാൻറ്റിക് ആകാൻ സാധ്യതയുണ്ടല്ലോ. ആര്? അല്ല, അത് ഇവക്കറിയില്ലല്ലോ. അത് ശരിയാണല്ലോ. ശിവാംഗിക്ക് റൊമാൻസ് ഒക്കെ ഉണ്ടോ? ലൈക് അയ്യോ, ഞാൻ ഒരു ഹോപ്പ്ലെസ് റൊമാൻറ്റിക്കാ. എന്നുവെച്ചാ ഓപ്ലസാ? ഹോപ്പ്ലെസ് അല്ല, ഹോപ്പ്ലെസ്. ഓപ്ലസ്? അയ്യോ അല്ല, ഞാൻ അവരോട് കേട്ടിട്ടില്ല. ഇന്റർവ്യൂ ചെയ്യാൻ ഇരിക്കുന്ന ഏതാണ്ട് ഞാൻ ഇവിടുന്ന് കേൾക്കുന്ന ഓപ്ലസ്. അതെന്താ? അതൊരു കെട്ട വിഷയല്ല. അല്ല, പക്ഷെ ശിവാംഗിയുടെ ഈ ലൈക് കട്ട്സും ഇതൊക്കെ കാണുമ്പം നോട്ടം ഇങ്ങനെ റീൽസിലൊക്കെ കാണുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട്, നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ലുക്കും ചിരിയൊക്കെ ആണല്ലോ തരുന്നത്. അതാണ് ഞാനും പറഞ്ഞ ഹോപ്പ്ലെസ് റൊമാൻറ്റിക്. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഹോപ്പ്ലെസ് റൊമാൻറ്റിക്. ഞാൻ വെരി റൊമാൻറ്റിക് പേഴ്സൺ. ഒരു രക്ഷയില്ലാത്ത ഹോപ്പ്ലെസ് ഇംഗ്ലീഷ് തെറ്റിപ്പോയി. അയ്യോ അല്ല അല്ല, അതാണ് അതിന്റെ പറയാൻ പറ്റിയാണോ? അപ്പ വിളിച്ചില്ല, അപ്പൊ ഭയങ്കര റൊമാൻറ്റിക് പേഴ്സൺ ആണ്. സോറി, കുറച്ച് വീക്ക് ആയിരിക്കും. വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് ക്യാമറ. അതെ, ഒരു ശബ്ദം മാത്രം കേൾക്കുന്നുള്ളൂ. നമ്മുടെ മുകളിൽ ഒരാളുണ്ട്.
അപ്പം എന്തായാലും പപ്പയുടെ മമ്മിയുടെ ഒക്കെ കുറച്ച് റൊമാൻസ് കിട്ടി കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ അതിനേക്കാളും റൊമാൻറ്റിക് ആക്ച്വലി. ഞങ്ങളുടെ റൊമാൻസ് നിനക്ക് എങ്ങനെ അറിയാം? ശരിയാ, നിങ്ങളെ വെച്ചോ, പക്ഷെ നിങ്ങളുടെ റൊമാൻസ് എനിക്ക് വേണം. അത് ഏത് സ്റ്റേജിലാണ്? ഓ, എനിക്ക് ഇത്ര റൊമാൻറ്റിക് പേഴ്സൺ ആണോ ഞാനെന്ന് 19 വയസ്സ് തൊട്ട് 19 വയസ്സ് തൊട്ട് ഒന്നും അറിയാത്ത മാതിരി എന്തൊക്കെയോ വിചാരിച്ചു. എന്തിനാ അഭിനയിക്കണേ ഉള്ള കാര്യം? നമുക്ക് അമ്മ കണ്ടിട്ടുണ്ടാവില്ലല്ലോ റൊമാൻസ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ റൊമാൻറ്റിക്കാ. റൊമാൻറ്റിക് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആൾ അത് വന്ന് എന്താ പറയണ്ട, അത് പാർട്ട്ണർ ആയിരിക്കുന്ന വെച്ചാല് ഈവൻ വിത്ത് ഫ്രണ്ട്സ് ഞാൻ ഒരുമാതിരി എനിക്ക് അങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ ഒരു ഫ്രണ്ട്സ് ആയാലും ശിവാംഗിയുടെ എക്സ്പ്രഷൻ ഓഫ് ലവ് എങ്ങനെയാണ്? ഇപ്പൊ അമ്മേനെ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എങ്ങനെയാ അത് എക്സ്പ്രസ് ചെയ്യുന്നത്? അങ്ങനെ ഇഷ്ടാവുന്ന അയ്യോ ഇഷ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ബേബി അമ്മയുടെ അടുത്ത് പാട്ട് പഠിച്ചാ അമ്മ അത് ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കോ, ഇപ്പൊ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്, എങ്ങനെയാണ് ശിവാംഗി എക്സ്പ്രസ് ചെയ്യുന്നത്? ഞാൻ അവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കും. എവിടെയെങ്കിലും വെളിനാട്ടിൽ പോയാൽ ഞാൻ അവിടെ അവർക്ക് വാങ്ങിട്ട് വരും. ഇപ്പഴും വെളിനാട്ടിൽ പോയി കഴിഞ്ഞാ എല്ലാം ഇത് സിയാക്ക്, ഇത് മാനസിക്ക്, ഇത് പ്രിയങ്കയ്ക്ക്, ഇത് ഇത് രക്ഷിതാക്ക്. മാനസി എന്ന് പറഞ്ഞോണ്ട് രാക്ഷസനായി പോയതാ രക്ഷിതാക്ക്. അവർക്ക് ഇവർക്കെന്ന് പറഞ്ഞ് കൊറേ ഒരു പെട്ടി മുഴുവൻ അതായിരിക്കും. ഇവളുടെ അനിയനുണ്ടല്ലോ, ഞാൻ പറഞ്ഞു അനിയൻ എന്തെങ്കിലും മോൻ വിനായക കേട്ടോ, അവന്റെ കാര്യം ദൈവമേ ഒരിടത്തും അവന് വേണ്ടി എന്തെങ്കിലും മേടിക്കൂന്ന് പറഞ്ഞാൽ ആദ്യം അവർക്ക് വേണ്ടി മേടിക്കും. എന്റെ ബ്രദറിന് വാങ്ങിക്കും. അവൻ വന്ന് ഇങ്ങനെ ഈ മെജീഷ്യന്റെ തൊപ്പി, ഷൂസ് ഇങ്ങനെയൊക്കെ വാങ്ങിട്ട് വരാൻ പറയും. അത് വന്ന് കിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വേറെ വികാരമുള്ള ഐറ്റങ്ങളാ വാങ്ങിക്കും. വികാരമുള്ള ഐറ്റം എന്താ? വികാരം എന്താ? നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് അപ്പൊ അങ്ങനത്തെ ഐറ്റല്ല, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരു മിനിറ്റ്, വികാരം എന്നാ ഇപ്പൊ ഒരു ഫുഡിനെ കണ്ട ഒരു വികാരം എന്ന് പറയുന്നത് അത് കറക്റ്റാ. ശരിയില്ല, ഇല്ല ഞാൻ ശരിയാ, ഇവരാരും ശരിയല്ല. ഇപ്പൊ ഈ എന്തായിരുന്നു ബാൻഡ് ഒക്കെ ഇല്ലേ ശിവാംഗിക്ക്? തീപ്പെട്ടി എന്ന് പറഞ്ഞ ബാൻഡ്. തീപ്പെട്ടിയാ? അത് 6-7 വർഷം. അതൊന്ന് എന്നാന്നറിയോ, ഒരു കോമ്പറ്റീഷന് ഒരു പേര് വെച്ചിട്ട് പോകും. ഒരു പ്രാവശ്യം വന്ന് തീപ്പെട്ടി, ഇന്നൊരു പ്രാവശ്യം വന്ന് വേറെതോ ചുമ്മാ വെച്ചേക്കുന്നതാണോ? ഐ തിങ്ക് ശിവാംഗിയുടെ ബാൻഡിന്റെ നെയിം ആയിരിക്കും. അപ്പൊ ഈ കോൺസേർട്ടിനൊക്കെ പോകുമ്പോ തന്നെ എങ്ങനെയാ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? അമ്മയുടെ അച്ഛന്റെ ഒക്കെ ടിപ്സ് ഒക്കെ ചോദിക്കോ? അത് എങ്ങനെയാ? ഇല്ല, ഞാൻ വന്ന് മോളിൽ ഒരു റൂം ഉണ്ട്, അവിടെ ഇരുന്ന് ഞാൻ പാടി നോക്കും. നോക്കിയിട്ട് ചിലത് അപ്പൊ ആരെല്ലാം പാടുകയാണെങ്കിൽ അമ്മയുടെ അടുത്ത് ചോദിക്കും. മിച്ചതെല്ലാം വന്ന് വേറെ ആരൊക്കെ പാടിയിട്ടുണ്ടെന്ന് അത് കേൾക്കും. ഓക്കെ, അങ്ങനെയാണ്. ഇപ്പൊ കേട്ടിട്ട് ഞാൻ എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ആ ടോൺ മാച്ച് ആവണ്ടോ നോക്കിയിട്ട് എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അമ്മ ഇങ്ങനെ മിസ്റ്റേക്സുകളൊക്കെ കണ്ടുപിടിച്ചു തരും? ഇത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പിച്ച് കുറയ്ക്കുക അല്ലെങ്കിൽ പിച്ച് കൂട്ടുക അങ്ങനെയൊക്കെ പറഞ്ഞു തരും പപ്പയും മമ്മിയൊക്കെ? ഓക്കെ. ഇപ്പൊ ഈ ട്രാവല് പോകുന്നതിന് വേണ്ടി ഇപ്പം ബിന്നി ചേച്ചിയുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ചെറുപ്പത്തിലെ ചേട്ടനായിരുന്നു കൊണ്ട് നടന്നിരുന്ന ഓരോ ഷോയ്ക്കൊക്കെ, കെട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഹസ്ബൻഡാണ്. ഇപ്പം ശിവാംഗിക്ക് ഇപ്പൊ അമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു എബ്രോഡ് ട്രാവലിംഗ് ജേർണി ഒക്കെ എത്രത്തോളം രസമാണ്? ഒന്നാമത് നിങ്ങൾ രണ്ടുപേരും കൂടുമ്പോ തന്നെ ഒരു രസമായിരിക്കുമല്ലോ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അബ്രാഡിൽ പോയാൽ ഒരു ദിവസം കൂടെ പീസ്ഫുൾ ആവേ ഇരുന്നിട്ടേ എന്തെങ്കിലും ഒരു സൺഡേ ഇട്ടോണ്ടേയിരിക്കും ഞാൻ അമ്മവും. ഇപ്പൊ റീസെന്റ് ആയിട്ടൊക്കെ ഒന്നും ഒരു ചണ്ട ഇട്ടില്ലല്ലോ. ആ കീ കാർഡ് തുളച്ചു. തുളച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ വൈഫൈ ഇരിക്കുന്നില്ലേ, വൈഫൈ അത് ഈ അമ്മയുടെ ഫോണിന് മാത്രം ഒന്നുമേ. ഇവക്ക് എന്തിന്റെ കേടാന്നറിയാൻ പാടില്ല. അതായത് എന്റെ ഹസ്ബൻഡ് കൃഷ്ണൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അമ്മയ്ക്ക് റീചാർജ് ചെയ്ത് കൊടുത്തോണം നീ അപ്പൊ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം 890 രൂപയുള്ളൂ. ഒരു ദിവസമല്ല, 10 ദിവസത്തിന് 1 GB 890 ഫുള്ള്. ഞാൻ കൂടെ അത് തീർക്കില്ല, അമ്മ ഫുള്ള് റീൽസ് കണ്ട് അത് തീർത്തു. ഞാന് വഴി കൂടെ നമ്മള് ഉലകം ചുറ്റാനൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പം ആ കാറിലിരിക്കുന്ന നേരമൊക്കെ കാണും. ചിലപ്പോ എനിക്ക് 1.5 ദിവസത്തിൽ തീർന്നു. അതൊന്ന് റീചാർജ് ചെയ്ത് താന്ന് പറഞ്ഞാല് ഇരുന്ന് ചീത്ത വിളിക്കുവാ, ചെയ്തു തരില്ല. അവസാനം ഞാൻ കൃഷ്ണനെ വിളിച്ചോളൂ. ഇപ്പൊ കൃഷ്ണൻ പറഞ്ഞു എന്താ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കും? ഇല്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹോട്ടലിലെ വൈഫൈ എനിക്കെല്ലാം ഈസിയാ കണക്ട്. അമ്മാന് മാത്രമാണ് വൈഫൈ കണക്ട് ആവൂല, ബ്ലൂടൂത്ത് കണക്ട് ആവൂല, എയർ ഡ്രോപ്പ് കണക്ട് ആവൂല. എന്നിട്ട് ഇതെങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിത് കിട്ടുന്നേ ഇല്ലല്ലോ, ശിവങ്ങി ഒന്ന് ശരിയാക്കി താന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഒച്ചെടുത്തു പറ്റൂലെന്ന്. ഓൾറെഡി ശരിയാക്കി തന്നാ അത് നശിപ്പിച്ചിട്ട് വന്നു. ഞാൻ നേരെ താഴെ ഹോട്ടലിൽ ഇറങ്ങിപ്പോയി. ഈ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്
ഒട്ടും മനസ്സിലാവില്ല. Okay. അവര് ഈ കാർ പാർക്ക് ഇത്രേ പറയുള്ളൂ അവര്. ഐ എം ഹിയർ ഇങ്ങനെ മനസ്സിലാവൂല. US എവിടെയൊക്കെ പോയാലും ലണ്ടനൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാവും. എനിക്ക് ഇവരുടെ ഇത് മനസ്സിലാവുന്നില്ല. അവിടെ ചെന്ന് അതിന്റെ കൂടെ വേറെ നാട്ടുകാർ അവിടെ നിൽക്കുന്നത് അവരുടെ ഒന്നും അവരോട് ഞാൻ 1 മണിക്കൂർ വർത്താനം പറഞ്ഞ് ഞാൻ ശരിയാക്കിയിട്ട് വന്നു. അവസാനം നോക്കുമ്പോൾ അവിടെ ഭയങ്കര വോള്യത്തില്. കാരണം ഞാൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് കഥകളിയും ഭരതനാട്യവും എല്ലാ മുദ്രയൊക്കെ എടുത്ത് ഇന്നും എന്ത് ചെയ്യുന്നറിയോ, ഈ വെളിനാട്ടിൽ വന്നിട്ട് ഇവിടെ മലയാളം സംസാരിച്ച കൂടെ പറവല്ല, ആ വെള്ളക്കാരന്റെ അടുത്ത് പോയി മലയാളത്തിൽ സംസാരിക്കുന്നു. അറിയാതെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ അറിയാതെ മലയാളം അതും നമ്മളെ ഇതിരിക്കാൻ നല്ല അവിടെ ഇരിക്കുന്ന ആള് കണ്ടാലേ അറിയാം ഫോറിനർന്ന്. അതെ ഇതൊന്നും എത്രയെന്ന് പറയാം. എല്ലാവർക്കും എല്ലാവർക്കും അല്ലേ വേണമെന്നേ ചെയ്യുന്നത്. അതല്ലേ വേണം ആരെങ്കിലും ഏതെങ്കിലും അങ്ങനെ ചെയ്യാം. എല്ലാ നാട്ടിൽ പോയാലും ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ എത്ര ദിവസത്തേക്ക് എബ്രോഡ് ട്രിപ്പ് എന്നിട്ട് ഈ ലണ്ടനിലെ ക്യാറ്റർ അമ്മ എവ്വളോ ആச்சுங்க അങ്ങനെ ഞാൻ ജാക്സൺ അല്ലടാ ആ പാട്ട് എല്ലാരും എനിക്കറിയാം. അമിത ബൈജു, നനസ്വര, ബേസിൽ ജോസഫ്, പ്രണവ് മോഹൻലാൽ. എന്റെ കാറ്റഗറിയിൽ നസ്ലിൻ നല്ല കൊടുങ്ങല്ലൂർ ഭാഷയും തമിഴ് കലർന്ന മലയാളവും.